수 있을까 다시 스쳐 지나가 버린 운명 앞에 서 있어 깨지 못할 꿈이었을까 우리 멀어지는 너에게 전하지 못했어 മോനെ ഡെന്നി എഴുന്നേറ്റ് സമയം എത്രയായി നോക്കിയേ. അമ്മ ഇന്ന് ഫ്രൈഡേ അല്ലേ, എനിക്ക് പോവണ്ട. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. അമ്മ പറഞ്ഞില്ലേ മോനൊരു സർപ്രൈസ് ഉണ്ടെന്ന്. ഇന്ന് സ്കൂളിൽ പോയി വന്നാൽ മാത്രമേ അമ്മ ആ സർപ്രൈസ് തരത്തുള്ളൂ. അമ്മ എന്തുവാ ഒരു ദിവസമല്ലേ പ്ലീസ്. വാവേ നല്ല ഒച്ചല്ലേ, അമ്മയുടെ പൊന്നല്ലേ, പോയിട്ടോ. എനിക്ക് സർപ്രൈസ് തരുമല്ലോ അമ്മ, ഉറപ്പല്ലേ? പിന്നല്ലാതെ ഉറപ്പായും എൻ്റെ മോന് ബിഗ് സർപ്രൈസ് തരാൻ പോകുന്നത്. എന്നാ കുഴപ്പമില്ല. അമ്മയോട് കുറേ നാളായിട്ട് മോൻ പറയാറില്ലേ അപ്പാപ്പയുടെയും അമ്മാമ്മയുടെ അടുത്ത് പോയി നിൽക്കണമെന്ന്. അമ്മ സമ്മതിക്കാറില്ലല്ലോ. എന്നാ മോനിന്ന് നല്ല കൊച്ചായിട്ട് സ്കൂളിൽ പോയി വന്നിട്ട് സർപ്രൈസ് വാങ്ങിച്ചിട്ട് അപ്പാപ്പയുടെ അമ്മമ്മയുടെ അടുത്ത് പോയിട്ട് നിന്നോ ഫോർ 1 വീക്ക്. ഓക്കെ ആണോ? ശരിക്കും ഉറപ്പായിട്ടമ്മ, ഞാനിപ്പോ നല്ല കൊച്ചാണെങ്കിൽ സ്കൂളിൽ പോവാം. എന്നാ എൻ്റെ മോൻ പോയി നല്ല കുട്ടിയായി പോയി കുളിക്കുക. അമ്മ മോന് ഇഷ്ടപ്പെട്ട ദോശയും ചമ്മന്തിയും റെഡിയാക്കി വെക്കാം. ദോശയും ചമ്മന്തിയും വേണ്ട, എനിക്ക് സാൻഡ്വിച്ച് മതിയമ്മ. ആ പറ്റത്തില്ല, എപ്പോഴും സാൻഡ്വിച്ച് തിന്നാലേ ശരിയാവത്തില്ല. ഇത് ദോശ തന്നെ. ഓക്കെ. ആ അമ്മയുടെ കണ്ണൻ വന്നോ? വന്നു വന്നു. വേണ്ട, ഞാൻ കഴിക്കട്ടെ. അമ്മ വാടി തരട്ടെ വാവേ. അമ്മ ഞാൻ 5th സ്റ്റാൻഡേർഡിലായില്ലേ, ഇനി ഞാൻ തന്നെ കഴിച്ചോളാം. അമ്മ എപ്പോഴും എന്നെ വാരി തരണ്ട. ഓ ആയിക്കോട്ടെ, വലിയ ഒച്ച വന്നേക്കുന്നു. ഐസ്, എൻ്റെ അമ്മ പെണങ്ങളെ ഒരു വായ വാരിത്ത, അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ കഴിച്ചോളാം. ശരി. അമ്മക്ക് നീയല്ലേ ഉള്ളൂ കണ്ണ വാരിത്തരാനൊക്കെ, വേറെ ആരാ അമ്മക്കുള്ളേ? ഞാൻ അമ്മേനോട് എത്ര നാളായി പറയുന്നു എനിക്കൊരു ബേബി സിസ്റ്ററിനെ വേണമെന്ന്. എൻ്റെ ക്ലാസ്സിലെ എല്ലാവർക്കും ഒന്നില്ലെങ്കിൽ സിസ്റ്റർ അല്ലെങ്കിൽ ബ്രദർ ഉണ്ട്, എനിക്ക് മാത്രം ആരുമില്ല. മോനിപ്പോൾ എന്താ സിസ്റ്ററിനെ വേണോ? എനിക്കൊരു ബേബി സിസ്റ്ററിനെ വേണം. ഒരു കാര്യം ചെയ്യും, ഈ വരുന്ന ക്രിസ്മസിന് മോൻ ഈശോപ്പയോട് കണ്ണടച്ച് പ്രാർത്ഥിക്കേ വാവക്കൊരു ബേബി സിസ്റ്ററിനെ വേണമെന്ന്. ഈശോപ്പ തരുവാണെങ്കിൽ വാങ്ങിച്ചോ. ശരിക്കും? ശരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തായാലും പ്രാർത്ഥിക്കും എനിക്കൊരു ബേബി സിസ്റ്ററിനെ കിട്ടാൻ വേണ്ടി. ഐശി ചെറുക്കൻ. ശരി, പോവാൻ നോക്ക്. സമയം ഇപ്പം എത്രയായി? ഓക്കെ അമ്മ, ഞാൻ ഇറങ്ങുവാണ്, ബസ് ഇപ്പോൾ വരും. ശരി കണ്ണ, ഓടാണ്ട് സൂക്ഷിച്ചു പോണേ. ഓക്കെ അമ്മ, ലവ് യു അമ്മ, ബൈ. ലവ് യു മോർ കണ്ണ, ബൈ. ഹലോ അമ്മച്ചി. മോളേടി ഇന്ന് വരുമല്ലേ? അമ്മച്ചി ഇന്ന് അച്ഛൻ വരും. നീ ചെറുക്കനോട് പറഞ്ഞായിരുന്നോ? ഇല്ല ഇല്ല, അച്ഛൻ പറഞ്ഞു ചെറുക്കന് സർപ്രൈസ് കൊടുക്കാൻ പറയണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ എന്താന്ന് പറഞ്ഞിട്ടില്ല. അത് നല്ല നന്നായി, അവന് സന്തോഷമാവട്ടെ അല്ലേടി. അമ്മച്ചി. പിന്നെ അമ്മച്ചി കഴിച്ചായിരുന്നോ? ഞാൻ കഴിച്ചായിരുന്നു. നീ കഴിച്ചില്ലേ? ഇല്ല അമ്മച്ചി, ഇതേ അവനിപ്പം അങ്ങ് വിട്ടേ ഉള്ളൂ. ഇനി കഴിക്കണം. പിന്നെ അച്ഛനും വേണ്ടൊക്കെ ഉണ്ടാക്കി വെക്കണ്ടേ? നീ അതൊക്കെ ചെയ്ത് വെക്ക്. പിന്നെ ഞാനൊരു കാര്യം പറയാനാ വിളിച്ചത്. എന്നാ അമ്മച്ചി? നിന്റെ അപ്പച്ചനെ റയാൻ കൊച്ചനെ കാണണമെന്ന് വല്ലാത്ത പൂതി. കണ്ടിട്ട് കുറെ ആയില്ലേ. നീ ഒരു കാര്യം ചെയ്യും, അവനെ കൊണ്ടുവിടെ നിർത്ത്. നീ അവിടെ ഒറ്റക്കാണെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങള് പിന്നെ ഇത്രയും നാള് അവനിങ്ങ് വിളിക്കാഞ്ഞ്. ഇനിയിപ്പോ അഗസ്റ്റിനുണ്ടല്ലോ. ആർക്കാണ് കാണേണ്ടത് എന്നൊക്കെ എനിക്കറിയാം. അമ്മയും മോനും കൂടെയുള്ള പ്ലാനിങ് ആണോ അമ്മച്ചി ഇത്? ഒന്ന് പോ പെണ്ണെ, ഇതൊന്നും അല്ല. ഞാൻ പറഞ്ഞത് നീ അങ്ങ് ചെയ്തേച്ചാ മതി. കൂടുതൽ ചോദ്യോത്തരമൊന്നും വേണ്ട, കേട്ടല്ലോ? അല്ലെങ്കിലും വാശിയുടെ കാര്യത്തില് അമ്മച്ചി മോൻ കട്ടക്കാണല്ലോ. മതി മതി. പിന്നെ നമ്മുടെ സാറുടെ കാര്യം അവനോടൊന്ന് സൂചിപ്പിച്ചേക്കുന്നേ. അയ്യോ, അത് പറയണോ അമ്മച്ചി? അങ്ങേര് ചിലപ്പോ പറയാതിരുന്നാ ശരിയാവത്തില്ല.
അത് പോട്ടെ, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഞാൻ എന്തായാലും അച്ഛനോടത് പറഞ്ഞേക്കാം. ശരി മോളെ, എന്നാ ഫോൺ വെച്ചോ. പണി ഉണ്ടാവില്ലേ, പോയി ചെയ്യും. എന്തെങ്കിലും കഴിക്കട്ടോ. ആ അമ്മച്ചി ശരി. അച്ഛായ, എന്തോ സിമി? ഞാൻ എന്തോരം മിസ് ചെയ്തെന്നറിയോ? അത് ഈ വാക്കിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരുപാട് മിസ് ചെയ്തു. ഒന്ന് മെലിഞ്ഞു പോയാലോടി. അതൊക്കെ നിങ്ങളുടെ തോന്നലാ മനുഷ്യ. ഞാൻ മഴ പോലെ തന്നെയല്ലേ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തേ അവൻ? ഏയ് സമയമാവുന്നല്ലേ ഉള്ളൂ, 2 മണിയായിട്ടല്ലേ ഉള്ളൂ. അവൻ എത്തുമ്പോൾ 3-3:30 ആവച്ചായ. ഇതിലും നേരത്തെ എത്തേണ്ടതായിരുന്നു സിമി, പക്ഷെ എന്ത് ചെയ്യാനാ, ഫ്ലൈറ്റ് ഡിലേ ആയിപ്പോയി. പിന്നെ കുറേ നേരം അവിടെ ലോഞ്ചിൽ ഇരിക്കേണ്ടി വന്നു. ആണോ? എന്നാ വാച്ചായ അവിടെ ഇരിക്കെ, ഞാൻ ഫുഡ് എടുക്കാം. അല്ല ഭാര്യ, 2 വർഷങ്ങൾക്ക് ശേഷം കണ്ടിട്ടും എന്താ എൻ്റെ മോൾക്കൊരു ഇത് ഞാൻ തിരിച്ചു ചോദിച്ചാ മിസ് ചെയ്തോ? ഒരുപാട്. ഇങ്ങ് നോക്ക്, ഞാനും ഒരുപാട് മിസ് ചെയ്തു. അച്ഛാ മതി. പിന്നെ അമ്മച്ച വിളിച്ചായിരുന്നു, നമ്മളോടങ്ങ് ചെല്ലാൻ പറഞ്ഞു ഞായറാഴ്ച. പിന്നെ മോനെ ഒരു ദിവസം അവിടെ കൊണ്ട് നിർത്തുന്ന കാര്യം പറഞ്ഞായിരുന്നു. അതേതായാലും നന്നായി. നമുക്ക് മറ്റൊന്നും പള്ളിയിൽ പോയിട്ട് ആ വഴിക്ക് അങ്ങ് പോവാം അല്ലേ അച്ഛാ? എൻ്റെ സിമി, ഞാൻ വന്ന് കയറിയതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും തുടങ്ങിയോ? ഐഷ് അച്ചായോ, അങ്ങനെയല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടം. അതൊക്കെ നമുക്ക് നോക്കാം. നീ പോയിട്ടെ എൻ്റെ ഡ്രസ്സിങ് എടുക്ക, ഞാൻ പോയി ഫ്രഷ് ആവട്ടെ. ആ ചേ, ഞാൻ കഴിക്കെടുത്ത് വെച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ, വേഗം വരാം. സിമി ഇങ്ങ് വന്നേ. എന്നാ ചേ? ഞാൻ ആ ബ്ലാക്ക് ബോക്സിൽ എടുക്കാൻ മറന്നു. നീ ഒരു കാര്യം ചെയ്യും, വേഗം എടുത്തേ. ഐഷ് ഇങ്ങനെ നിങ്ങൾ എന്തുവാ മനുഷ്യ, ഒരു ബോധമില്ലേ? മറന്നു പോയി, എന്നിട്ട് തരാം. എന്തുവായി കാണിക്കുന്നേ? പിള്ളേർ വരെ സമയമാവുന്നു കേട്ടോ, കളിക്കല്ലേ. അതിനിപ്പോ എന്നാ, പിള്ളേരൊക്കെ അവിടെ നിന്നോളും. എത്ര നാളായി നിങ്ങൾ വന്നേ? അച്ഛായ വേണ്ട കേട്ടോ. അടങ്ങിയിരിക്ക് പെണ്ണെ, ഇങ്ങ് വാ. അച്ഛായ പ്ലീസ്. സിമി, നീ എൻ്റെ ആ നാളെ തൊട്ട് ഇന്നേ വരെ നിൻ്റെ ഈ ചൂടിനെ ഞാൻ മിസ് ചെയ്യാത്ത ഒരു നിമിഷം പോലല്ല, നിനക്കറിയോ? I really missed you so much, സിമി. ഇല്ലാതെ എനിക്ക് പറ്റുന്നില്ല. അറിയാം അച്ഛായ, I missed you more than you think. സിമി, അച്ഛായ എനിക്ക് പറ്റുന്നില്ല. I know. അച്ഛായ നിങ്ങൾ എൻ്റെ മാത്രമായാൽ മതി. ഈ ചൂട് എനിക്ക് മാത്രമുള്ളത്. സിമി, നീ ചെല്ല, കുട്ടികൾ വരാൻ ടൈമേ. ഇങ്ങനെ വേണ്ട, ശരിയാവില്ല. ചെല്ല, I will be back. പെട്ടെന്ന് എന്ത് പറ്റി? സാധാ ഇങ്ങനെ ഇല്ലാത്തയാണല്ലോ. അതൊന്നുമില്ല, നീ ചെല്ല, ഞാൻ വരാം. ഓക്കെ. അമ്മ ഇവിടെ ഇല്ലല്ലോടാ, അപ്പനെ മതിയോ? അതൊക്കെ വന്നട കുട്ട, ഇങ്ങ് വാപ്പ ചോദിക്കട്ടെ.
ഇതെന്നറിയോ അപ്പേ? ഐഷി ചെറുക്കൻ നിനക്കപ്പൻ എന്താ കൊണ്ടുവന്നെന്നറിയോ? ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ, സ്കേറ്റിംഗ് കിറ്റ്. അല്ല, നീ കുറേ നാളായിട്ട് അപ്പനോട് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം ആലോചിച്ച് നോക്ക്. എന്തുവാ അപ്പ? PS5. PS5? താങ്ക് യു അപ്പ, ലവ് യു സോ മച്ച്. അയ്യടാ എന്നാ ഷോപ്പിങ്ങാ നോക്ക്, അമ്മയുടെ അതേ സ്വഭാവം പോലെ. ദേ അമ്മയെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പനും മോനും കൂടി എന്നെ പറ്റി എന്നാ കുറ്റം പറയാ? ഏയ് ഒന്നുമില്ലടി. അമ്മ ഈ അപ്പം പറയാണേ, അമ്മയെ പോലെയാണ് ഞാൻ, നന്നായി അപ്പനെ സോപ്പിടാറിയാന്ന്. ഞാൻ പറയുന്നേ നിന്റെ അപ്പനെ പോലെ ഫുൾ ടൈം അമ്മേനെ കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ എൻ്റെ മോന്. ഡീഡി കൊച്ചുകൂടെ നിൽക്കുന്നു, ഇല്ലെങ്കിൽ ഇപ്പം എൻ്റെ കയ്യിൽ നിന്നൊരു കടി കിട്ടിയാനെ. അപ്പ അമ്മേനെ കടിക്കോ? ഇല്ല കണ്ണ, അപ്പം വെറുതെ ഒരു തമാശക്ക് പറഞ്ഞതാ. എന്നാ ഓക്കേ. അമ്മേ, ഞാൻ പറഞ്ഞ കാര്യം അപ്പയോട് പറഞ്ഞായിരുന്നോ? എന്ത് കാര്യമാവേ? ഒരു അനിയത്തിക്കുട്ടിയുടെ കാര്യം. നീ ആദ്യം പ്രാർത്ഥിക്കും, അപ്പോൾ ഈശോ അപ്പ പറയുമ്പോൾ അപ്പ കേൾക്കും. ആണോ? എന്നാ ഞാൻ പ്രാർത്ഥിച്ചോളാം അമ്മ. ഇപ്പം മോനത് കഴിക്കും, എന്നിട്ട് പോയി പഠിക്കാനോ കളിക്കാനോ കാർട്ടൂൺ കാണാനോ എന്താ വെച്ചാൽ ചെയ്തോ. അല്ല, എന്നെ പറഞ്ഞിട്ട് എന്തിനാ നമുക്ക്? നേരത്തെ ഞാൻ മാത്രം ഉണ്ടാവുള്ളൂ, ഫുൾ ടൈം എന്നെ വിളിച്ചോണ്ട് നടന്നിട്ട്. ഇപ്പൊ അമ്മക്ക് അപ്പ വന്നപ്പോ എന്നെ വേണ്ടല്ലേ? ഐഷ്, അതല്ല കണ്ണ. വേണ്ട, ഞാൻ പോവാനുണ്ട്. ശിവൻ എന്നാടി അവനൊരു ദേഷ്യത്തിൽ അങ്ങേറിപ്പോയ? നിങ്ങളല്ലേ വിത്ത് തൊട്ടേനെ പിടിച്ചതിനൊക്കെ അങ്ങനെയാ. ഓ, ഇനിയിപ്പോൾ എന്നെ പറ, എന്നാ വേണ നൈറ്റ് കഴിക്കാനുള്ള? നിങ്ങളുടെ ഫേവറേറ്റ് ചപ്പാത്തി ചിക്കൻ കറി. ശരിക്കും അജയ മാറിനെ കുരുട്ട് മോളുണ്ട് കേട്ടോ. അവൻ എവിടെയെങ്കിലും ഇരുന്നോളും, നീ ഇങ്ങുവാ. അച്ചായ എന്നാടി, എനിക്കൊന്ന് സ്നേഹിക്കാനുള്ള അവകാശം പോലും ഇല്ല എൻ്റെ ഭാര്യനെ. അപ്പ ഞാനിവിടെ തന്നെ ഉണ്ട് ട്ടോ. കർത്താവേ കുരുട്ട്. അപ്പം വെറുതെ ഇങ്ങനെ നടക്കട്ടെ, ഞാൻ പോണു. കണ്ട കണ്ട കണ്ട, ഇങ്ങനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ കുരുട്ട് ഇവിടെ എവിടെയെങ്കിലും കാണുന്നു. അതിനിപ്പോൾ എന്നാ, കൊച്ചൊക്കെ കണ്ടു വളർന്നു. അതെ അതെ. അമ്മേ, എനിക്ക് ഉറക്കം വരുന്നു. വായോ, അമ്മ ഉറക്കി തരാടോ. എടാ, നീ 5ാം ക്ലാസ്സിലായില്ലേ, അണ്ട് ഇത്രയും നാളായിട്ട് നിനക്ക് തന്നെ ഉറങ്ങാൻ അറിയില്ല? അപ്പോ ഞാനും അമ്മ ഉറങ്ങാൻ പോവാ. അച്ചായ അവൻ കുഞ്ഞല്ലേ, എന്തുവാ, നിങ്ങൾ പോ, ഞാൻ അവൻ ഉറക്കിയിട്ട് വരാം. എന്തായാലും കാണിക്കും. എൻ്റെ ഈശോയെ, ഈ അപ്പനും മോനെ ഇപ്പോഴേ അടിയാണല്ലോ, കുറച്ചുകൂടി കഴിഞ്ഞ് എന്താവോ എന്തോ. എന്തേലും പറഞ്ഞായിരുന്നോ സിമി? ഒന്നുമില്ല അച്ചായ. എന്നാ അച്ചായ, ഇത് പതിവില്ലാത്തയാണല്ലോ. അച്ചായ, എന്താ എന്താ പറ്റിയ, എന്താ കരയുന്നേ? സിമി, എനിക്കിനി പറ്റുന്നില്ലടി. എന്താ അച്ചായ, കാര്യം പറ, കരയല്ലേ. സിമി, എനിക്കൊരു പെണ്ണായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. സിമി, സിമി സോറി, പറ്റിപ്പോയതാ, ഒന്നും മനഃപൂർവ്വം അറിഞ്ഞില്ല. ഒരു സമയത്ത് ഞാൻ കുറച്ച് കുടിച്ചായിരുന്നു. ആൻഡ് സോറി സിമി, ഇറ്റ്സ് നോട്ട് വാട്ട് യു തിങ്ക്. എനിക്കറിയാം ചെയ്ത് തെറ്റാണ് എനിക്കറിയാം, പക്ഷെ പറ്റിപ്പോയതാ. സോറി, ഇനിയൊന്നും ഉണ്ടാവില്ല. സിമി സോറി, എനിക്കിനി വയ്യ, നിന്നെ പറ്റിപ്പോയതാ, ഇനി ഉണ്ടാവില്ല സിമി. നീ ഇങ്ങനെ ഇരിക്കാതെ എന്തെങ്കിലും പറ സിമി. എനിക്ക് നീ
നീ ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ വയ്യ. സിമി, റിയലി സോറി. ഞാൻ എന്ത് വേണേലും ചെയ്യാം സിമി, പക്ഷെ നീ എന്നെ ഇട്ടിട്ട് മാത്രം പോകരുത്. സാരമില്ല, പക്ഷെ ഞാനെങ്ങനെ നോക്കിയതാ. എനിക്കുള്ളത് എന്തായിരുന്നു അവൾക്കുള്ളത്? സിമി, അങ്ങനെ ഒന്നും അല്ലടി. നീ അങ്ങനെ ഒന്നും വിചാരിക്കല്ല. ഒരു പ്രാവശ്യം, ഒരേ ഒരു പ്രാവശ്യം പറ്റിപ്പോയതാ. അച്ഛനെ നന്നായി അറിയുന്നല്ലേ എനിക്ക് നിങ്ങളല്ലാതെ വേറെ ആരുമില്ല, സ്വന്തം എന്ന് പറയാൻ ആരും. പക്ഷെ I never expect something like this from you. സിമി, നിന്നെ എനിക്കിങ്ങനെ കാണാൻ വയ്യ. പറ്റിപ്പോയതൊന്നും മനഃപൂർവ്വമല്ല. സോറി സിമി, ഞാൻ എന്ത് വേണേലും ചെയ്യാം. റിയലി സോറി. സാരമില്ല, ഇറ്റ്സ് ഓക്കെ അച്ഛാ. നിന്റെ ഉള്ളിപ്പോൾ ആന്തുവാന്ന് എനിക്കറിയാം സിമി. നീ ഇപ്പം നീറുവാ ഉള്ളിലെന്ന് എനിക്ക് നന്നായി അറിയാം. നോക്ക്, പറ്റിപ്പോയത് ഇനിയൊന്നും ഉണ്ടാവില്ല. നമ്മുടെ മക്കളാണ് സത്യം, ഒന്നും ഉണ്ടാവില്ല. പോട്ടെ, ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവരുത്. യു നോ ദാറ്റ് ഹൗ മച്ച് ഐ ലവ് യു, റൈറ്റ്? ഇനി ഇങ്ങനെയൊന്നും ഉണ്ടായാൽ എനിക്കത് പറ്റില്ല. ഇല്ല സിമി, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞാൻ എന്നെ തിരിച്ചു പോകുന്നില്ല. ഇവിടെ തന്നെ നമ്മുടെ കമ്പനി നോക്കി മുന്നോട്ട് പോകാൻ ഞാൻ തീരുമാനിച്ചു. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല. സോറി, ഏതൊരു സമയത്ത് പറ്റിപ്പോയത് തെറ്റാതെ. സോറി. സാരമില്ല അച്ഛാ, പോട്ടെ, പറ്റിയത് പറ്റി. സോറി സിമി, ഇനി എൻ്റെ ഭാഗത്തൊന്നും ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. സാരമില്ല, പോട്ടെ, ഞാൻ ക്ഷമിച്ചു. എനിക്ക് ഞാൻ മാത്രമുള്ളതെന്ന് എനിക്കറിയാം സിമി. എന്നിട്ടും ഞാൻ നിന്നോട് ചെയ്തത് ഓർക്കാൻ പറ്റാതെ തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ ഈ പ്രാവശ്യത്തേക്ക് പ്ലീസ് സിമി, ഇനി എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുണ്ടാവില്ല. ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്ക് സിമി. അച്ഛായ, പോട്ടെ, ഇങ്ങനെ കരയല്ല. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നിങ്ങളിങ്ങനെ കരഞ്ഞ് ഞാൻ കാണുന്നത്. കരയല്ലേ, ഞാനില്ലേ കൂടെ. സാരമില്ല. റിയലി സോറി സിമി. അവൾ എവിടുത്തെ കാര്യം? എൻ്റെ ഓഫീസിൽ ഉണ്ടായിരുന്ന മലയാളിയാ, കോട്ടയത്തു നിന്നോ. ഇനി അഗസ്റ്റിൻ്റെ പേരിൽ അവകാശം പറഞ്ഞ അവൾ വരുമോ? നോ നെവർ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ട്രസ്റ്റ് മീ. പൈസയൊക്കെ കൊടുത്ത് സെറ്റിൽ ചെയ്തു ഞാൻ. ഒരിക്കലും ഉണ്ടാവില്ല. ഇനി എങ്ങാലും അങ്ങനെ ഉണ്ടായാ അച്ചായ, ഇത്ര നാൾ നിങ്ങൾ കണ്ട സിമി ആയിരിക്കുമല്ലോ നിങ്ങളിനി കാണുന്നത്. ഇല്ല സിമി, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എനിക്ക് പേടിയുണ്ട്. നീ എന്നെ പഴയ പോലെ സ്നേഹിച്ചില്ലെങ്കിലോ? ഞാൻ ഇതേ അഗസ്റ്റിനെ തോന്നിയ ദിവസം പറഞ്ഞാണ്ടല്ലോ, പഴയ പോലെ സ്നേഹിക്കില്ല അത്രേ. എൻ്റെ ജീവിതകാലം വരെ, ഞാൻ മരിക്കുന്നവരെ നിങ്ങളോടുള്ള എൻ്റെ സ്നേഹത്തിന് ഒരു കുറവുണ്ടാവില്ല. അത് 100% തന്നെ ആയിരിക്കും, കേട്ടോ? നീ എന്നെ വിട്ടിട്ട് പോവില്ല, എനിക്കറിയാം. സോറി, മതി, ആ ടോപ്പിക്ക് ഇവിടെ വെച്ച് തീർന്നു. ഇനി നമ്മൾ തമ്മിൽ ആ ഒരു ടോപ്പിക്കിനൊരു സംസാരം വേണ്ട, കേട്ടോ? ഇനി ഉണ്ടാവില്ല. നിങ്ങൾ മര്യാദയ്ക്ക് എന്തെങ്കിലും കഴിച്ചിട്ടിപ്പോൾ എത്രയായി? ഞാൻ ശ്രദ്ധിച്ചു, മര്യാദക്കൊന്നും കഴിക്കുന്ന പോലും ഇല്ലല്ലോ. ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല സിമി, അതാ. എനിക്ക് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരാം. എന്താ വേണ്ടേ? സിമി, സമയം 12:30 കഴിഞ്ഞു കേട്ടോ. വേണ്ട, ഇന്ന് വാ, ഇവിടെ ഇരിക്കുക. അങ്ങനെ പറഞ്ഞു എങ്ങനെയാ? ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരാം ചായ. നിങ്ങളൊന്നും കഴിക്കുന്നില്ല മര്യാദക്ക്. എനിക്കതൊന്നും കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല, ഇത്ര ഡൗൺ ആയിട്ട്. എൻ്റെ ലൈഫിൽ ഇത്ര നാൾ ഞാൻ കല്യാണം കഴിച്ച് വന്നിട്ട് ഇന്നേ വരെ നിങ്ങൾ ഇത്ര ഡൗൺ ആയി ഞാൻ കണ്ടിട്ടില്ല. എനിക്കിനി നിങ്ങളങ്ങനെ കാണണ്ട. മര്യാദ ഫുഡ് കഴിക്കുക. എനിക്ക് പറ്റില്ല ഇങ്ങനെയാണെങ്കിൽ. സിമി പ്ലീസ്, എനിക്കറിയാടി. സോറി. ഇന്ന് വാ. അച്ഛാ,
മിസ് ചെയ്യുന്നുണ്ട് സമി. നീ നീ വിചാരിക്കാത്ത അത്ര ഞാൻ തന്നെ മിസ് ചെയ്യുന്നുണ്ട്. അച്ചായ വീട്ട് കഴിഞ്ഞു, അതാലോചിച്ചിരിക്കണ്ട. സിമി, അച്ചായ ഇങ്ങ് നോക്ക്. അച്ചായ ഇങ്ങനെ മൂടോട്ടായിട്ടിരിക്കല്ലേ, സാരമില്ല. ഞാനത് മറക്കും. പക്ഷെ എനിക്ക് നിനക്ക് ഇന്ന് വാ, എനിക്ക് എൻ്റെ അച്ഛൻ്റെ മാത്രമാണ്. ഇനി എൻ്റെ ചൂട് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി, എൻ്റെ ചൂട് മാത്രം നിങ്ങളുടേതായാൽ മതി. എന്നും എൻ്റെ മാത്രമായിരിക്കണം. എൻ്റെ മാത്രമായിരിക്കും. അച്ചായ കഴിഞ്ഞത് കഴിഞ്ഞു, പോട്ടെ. ഇനി ഇത് അച്ഛൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാവരുത്. അതെനിക്ക് താങ്ങാവുന്നതിനപ്പുറമായിരിക്കും. ഇല്ല സിമി, നമ്മുടെ മക്കളാണ് സത്യം. ഇനി ഒരിക്കലും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അച്ചായ അയ്യേ, അച്ചായ അയ്യേ. സിമി, സിമി, I want to taste math. അച്ചായ ഞാൻ നിങ്ങളുടെ അല്ലേ, പിന്നെന്താ? ജോളി വാസ് ഗോ ഫോർ ഇറ്റ്. The smell, ഈ സ്മെൽ എന്നെ വല്ലാതെ ആകർഷിക്കുന്നു. സിമി, സിമി, എന്തോ? ഒരു റൗണ്ട്, ലാസ്റ്റ് ഒരു റൗണ്ട്. Why not go for it? സിമി, എന്തോ? നന്നായി ടയർഡായാലേ നീ. പിന്നെ ഇതൊക്കെ എന്ത്? നമ്മളിതിലും ഹൈപ്പ് പോയിട്ടുള്ളതല്ലേ. എന്നാലും കുറേ കഴിഞ്ഞതായതുകൊണ്ടാണോ? അതാ എനിക്കൊരു ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനിന്ന് സ്ട്രോങ് അല്ലേ. പിന്നെ ഞാൻ നിങ്ങളെ എന്തോരം മിസ് ചെയ്തെന്നറിയോ? എന്തോരം മിസ് ചെയ്തു. ഒരുപാട്. എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ പോലും പറ്റാത്ത അത്ര ഞാൻ നിങ്ങളെ മിസ് ചെയ്തു. ശരിക്കും ഈ ചൂട് ഞാൻ വല്ലാതെ മിസ് ചെയ്തു. എനിക്ക് ഈ ചൂടില്ലാതെ പറ്റില്ലടോ. എൻ്റെ മാത്രം. സിമി, സിമി, എന്തോ? ഒന്നുമില്ല. എനിക്ക് അറിയില്ലടോ, മനസ്സിൽ എന്തോ പോലെ, എന്തോ സമയം ഒരുപാടായി, 3 മണിയായി. നമുക്ക് ഉറങ്ങണ്ടേ? വെറുതെ ഓരോന്ന് ആലോചിച്ചിരുന്ന എങ്ങനെയാ? വാ കിടക്കാം. അച്ചായോ എന്നാ സിമി? ഇങ്ങനെ കിടന്നാ മതിയോ? എഴുന്നേക്കാൻ പ്ലാനൊന്നുമില്ലേ? എഴുന്നേക്കാടി പെണ്ണെ, കുറച്ചു നേരം കൂടി. ശരി. സിമി, അച്ചായ ദേ നോക്കിക്കേ, ഇങ്ങ് നോക്ക്. വേണ്ടാത്തൊന്നും ആലോചിച്ചിരിക്കല്ലേ. ഞാൻ വിട്ടു, നിങ്ങളും അത് മറക്കും. കഴിഞ്ഞു. മോൻ എഴുന്നേറ്റോ? അവൻ എഴുന്നേറ്റ് പള്ളിയിൽ പോയി. ഓ, അവന് സൺഡേ ക്ലാസ് ഉണ്ടല്ലേ? നമുക്ക് പോകണ്ടേ? പോവാടി, നീ റെഡിയാവും, പോവാം. ഇപ്പം 8 ആയിട്ടുള്ളൂ, 9:30 കുർബാന. ഞാൻ റെഡിയാവും, പോവാം. അതിന് മുന്നേ എൻ്റെ കെട്ടിയോനെങ്കിൽ നോക്കിക്കേ. എന്നാ സിമി? വെറുതെ ഓരോന്ന് ആലോചിച്ച് അച്ഛൻ്റെ മൂടാളെ നിൽക്കരുത്. എനിക്കത് ഇഷ്ടമല്ല, അറിയാലോ. കഴിഞ്ഞത് കഴിഞ്ഞു, നമ്മളതിവിടെ വിട്ടു. ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. പിന്നെ അതൊക്കെ അത്രേ ഉള്ളൂ. അച്ഛായ പിന്നെ ഉണ്ടല്ലോ, സാറയുടെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ടായിരുന്നു. അമ്മച്ചി പറയാൻ പറഞ്ഞായിരുന്നു. സാറൊക്കെ എന്നാ? സാറ് ഇപ്പോൾ 6th month പ്രഗ്നൻ്റാ. സാറയുടെ ഹസ്ബൻഡല്ലേ മാർട്ടൻ,
അവൻ കുടിച്ചിട്ട് വന്നിട്ട് നമ്മൾ നല്ല തള്ളലും കാര്യങ്ങളൊക്കെയാ. ഞാൻ അവരോട് അന്നേ പറഞ്ഞതാ, വേണ്ട, ഈ കല്യാണം വേണ്ട. ഞാൻ എൻ്റെ അപ്പനോട് ഞാൻ പറഞ്ഞല്ലേടി വേണ്ട വേണ്ടെന്ന്. അപ്പച്ചനോട് ഞാൻ എത്ര വട്ടം ഞാൻ പറഞ്ഞു, കേട്ടായിരുന്നോ? ഇല്ല. അവർക്ക് ബിസിനസ്സാണ് വലുത്. എൻ്റെ പെങ്ങളുടെ ജീവിതമാണ് പോയത്. അച്ചായ ഒന്ന് അടങ്ങ്. ഇത് അടങ്ങാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല സിമി, എനിക്ക് സംസാരിക്കണം. അമ്മച്ചിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അച്ചായ, നമുക്കിന്ന് പോകുമ്പോൾ സംസാരിക്കാം. ആ, നീ പോയി റെഡിയാവോ? ശരി അച്ചായ, ഞാൻ പോയിട്ട് വരാവേ. പോയിട്ട് വാ. ആദ്യം പള്ളിയിലേക്കല്ലേ സിമി? ആ ചായ, ആദ്യം പള്ളിയിലേക്ക്. അതുകൊണ്ട് കുർബാന കഴിഞ്ഞ് ക്വസ്റ്റ്യൻ വിളിച്ചോണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ആയിക്കോട്ടെ. അല്ല, നിങ്ങളൊന്നും കഴിച്ചില്ലല്ലോ രാവിലെ? സാരില്ല സിമി, സമയം ഇപ്പം എത്ര ആയില്ല, ഇനി പോയാൽ നമ്മൾ വൈകും. അത് ശരിയാ, നമ്മൾ 2 വർഷമാണ് ഒരുമിച്ച് കുർബാനക്ക് പോയിട്ട്. പിന്നെ അച്ചായോ, എന്നോട് അപ്പച്ചനോട് ചൂടാവുന്ന നിക്കണ്ട കേട്ടോ. ആലോചിക്കാം. അച്ചായ എന്തോ പാവല്ലേ അപ്പച്ചൻ. സിമി ആ ടോപ്പിക്ക് വിടും. ശരി. ഈ ഇടയായിട്ട് നിനക്ക് നല്ല ദേഷ്യം കൊടുത്തല്ല, എന്നോട് മിണ്ടണ്ട. സിമി, കൊച്ചു പിള്ളേരെ പോലെ കളിക്കല്ലേ. ഓ, ഞാൻ ഒന്നും പറയുന്നില്ല. നീ ഇറങ്ങിക്കോ, ഞാൻ പാർക്ക് ചെയ്തിട്ട് വരാം. ശരി. അപ്പ അമ്മ എന്തോ ആവേ, പോണ്ടേ നമുക്ക്? യെസ് പോണം. എന്നാ വായോ, നമുക്ക് പോവാം. അമ്മ പറഞ്ഞ കാര്യമില്ലേ, അത് ഞാൻ ഈ ഷപ്പയോട് പറഞ്ഞിട്ടുണ്ട്. എന്ത് കാര്യം? ഓ, അതച്ചായ, ഞാനും എൻ്റെ കൊച്ചും തമ്മിലുള്ള സീക്രട്ടാ. ഓ, അല്ലെങ്കിൽ അവൻ അമ്മയെ മതിയല്ലോ, അപ്പനെ വേണ്ട. അല്ലെങ്കിൽ എൻ്റെ അമ്മയാ സൂപ്പർ. നോക്കിക്കോടാ, അപ്പൻ്റെ പ്രിൻസസ് വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അമ്മ അച്ചായ, അമ്മ ബേബി വരാറായോ? ഇല്ല പൊന്നെ, എൻ്റെ അപ്പന് ഭ്രാന്ത. വേണം കുട്ടാ, നീ നോക്കിയിരുന്നു. ആണോ അമ്മ? അച്ചായ, എനിക്ക് കൊള്ളണ്ടേ? ഇല്ല വാവേ, അങ്ങനെ ഒന്നുമില്ല. അപ്പം വെറുതെ പറയാട്ടോ. എനിക്കൊരനിയത്തിനെ വേണം. ഞാൻ എത്ര നാളായി നിങ്ങളോട് പറയുന്നേ. ഈ കുരുട്ട്. വാവേ, എൻ്റെ പൊന്നക്കാരെയാണ്. ഇങ്ങോട്ട് വാ, അമ്മയുടെ മടിയിലിരിക്കും. ഒരു ദിവസം എൻ്റെ മോൻ ആഗ്രഹിക്കുന്ന പോലെ മോന് ഒരു ക്യൂട്ട് ലിറ്റിൽ ഏഞ്ചലിനെ അമ്മ തരും. ഉറപ്പായിട്ടും. മതി അമ്മയും മോനെ സ്നേഹിച്ചത്. എനിക്ക് വണ്ടി ഓടിക്കണം. എൻ്റെ അച്ചായ, നിങ്ങൾക്ക് സ്വന്തം മോനോട് പോലും ഇത്ര കുശുമ്പാണോ ഈ മനുഷ്യൻ? അതെ അമ്മ, അപ്പ കുശുമ്പാന, ഞാൻ മിണ്ടൂല. ഇനി തുടങ്ങും അപ്പനും മോനും കൂടി. ഞാൻ ഒന്നും പറയുന്നില്ലേ. അമ്മച്ചി. സിമി, ഇങ്ങ് വാ കയറി. എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? വരുവാ അമ്മച്ചി, ഇവന്റെ ബാഗൊക്കെ വണ്ടിയിലിരിക്കും, എടുക്കട്ടെ? എടുത്തിട്ടിങ്ങ് വാ. ആരിത്? അമ്മമ്മയുടെ പൊന്നോ, ഇങ്ങ് വാ. അപ്പ പുറത്ത് പോയേക്കോ അപ്പന്ന, വരൂ കേട്ടോ. എന്റെ കൊച്ചൊക്കെ മെലിഞ്ഞു പോയാലോടാ. നീ ഒന്നും കഴിക്കുന്നില്ലേ? അവളൊന്നും തരുന്നില്ല നിനക്ക്? അമ്മ തരുന്നുണ്ട്.
അമ്മമ്മയുടെ മോൻ ഇവിടെ നിന്നു. ഇവിടെ നിന്ന് കഴിയുമ്പോഴത്തേക്കും മോന് ഇഷ്ടമുള്ള എല്ലാ അമ്മൂമ്മ ഉണ്ടാക്കി തരാവേ. ഞാൻ 1 വീക്ക് ഇവിടെ അമ്മൂമ്മ. ആ ഗുഡ് ബോയ്. മോൻ പോയി കളിച്ചോട്ടോ. സാറമ്മ എന്തേ അമ്മൂമ്മ? ആ സാറമ്മ മോളിൽ വാവേനെ കാത്തിരിക്കുക. ചെല്ല് ചെല്ല്. ഓക്കേ, ഞാൻ പോയി കണ്ടിട്ട് വരാവേ. പോയിട്ട് വാ മോനെ. സിമി, അച്ചായ നിങ്ങളത് വിട്ടില്ലേ? വാ ഇങ്ങോട്ട്. ആ രണ്ടുപേരും കയറി വാ. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞേ? വരുവാ അമ്മച്ചി. കുർബാന കൂടിയിട്ടാണോ രണ്ടും വന്നേ? ആ അമ്മച്ചി, ഞങ്ങള് കുർബാനയും കൂടി കൊച്ചിനെ വിളിച്ചോണ്ടല്ലേ ആ വഴിയല്ല ഇങ്ങോട്ട് വന്നേ. കുർബാനയൊക്കെ കണ്ടായിരുന്നു. ആ അതേതായാലും നന്നായി. നിങ്ങൾ ഒരുമിച്ച് കുർബാനയൊക്കെ പോയിട്ട് കുറെ ആയില്ലേ? നന്നായി. അല്ല അമ്മച്ചി, അപ്പച്ചനെന്തേ കണ്ടേയില്ലല്ലോ? അപ്പച്ചനെ നമ്മുടെ കറിയാച്ചൻ്റെ മോൻ്റെ കല്യാണം ഉണ്ട്. അപ്പം അതിനൊന്ന് പോയതാ. വരും. ആ അഗസ്റ്റിനെ ഇരിക്കടാ. എന്താ അഗസ്റ്റിനെ നീ എന്നോട് മിണ്ടാത്ത? സാറെന്തേ? ആ അവള് കിടക്കുക. എൻ്റെ പെങ്ങളുടെ ജീവിതം നടന്നപ്പോൾ എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടാവുമല്ലോ. അച്ചായ മോനെ ഒന്നും മനപ്പുറമല്ലല്ലോടാ. ഞാൻ നിങ്ങളോടൊക്കെ അന്നേ പറഞ്ഞതല്ലേ അവനവൾക്ക് ചേർന്ന ആളല്ലെന്ന്. അപ്പോൾ നിങ്ങൾ കേട്ടോ? മോനെ അത് ഇനി എൻ്റെ പെങ്ങളെ അടിക്കാനും തൊഴിക്കാനും ആരും നിൽക്കണ്ട. ഡിവോഴ്സ് വാങ്ങിച്ചേക്ക്. അവളുടെ കൊച്ചിന് ചിലവിന് ഞാൻ കൊടുത്തോളാം. എടാ ചെലവിന് കൊടുക്കുന്നതല്ലടാ പ്രശ്നം. അത് ആ കുഞ്ഞ് വലുതായി കഴിയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. അതിൻ്റെ അപ്പൻ ആരാന്ന് ചോദിക്കില്ലേ? പറഞ്ഞു കേട്ടതൊന്നും ഇവിടെ അപ്പനില്ലാത്ത മക്കളൊന്നും ജീവിക്കുന്നില്ലെന്ന്. അഗസ്റ്റിനെ അങ്ങനെ അല്ലടാ ഞാൻ പറഞ്ഞേ. ഇനി നിങ്ങൾ രണ്ടുപേരും അവളുടെ കാര്യത്തിൽ ഇടപെടണ്ട. ഞാൻ തീരുമാനിച്ചോളാം. ഞങ്ങളിനി ഒന്നും പറയുന്നില്ല. നിന്റെ ഇഷ്ടം. അമ്മച്ചി സാറയ്ക്ക് ഇപ്പം എത്ര മാസമായി? 6 ഇപ്പം ഭയങ്കര ഛർദില അവൾക്ക്. ആണോ? അവള് നല്ല ടയർഡായിരിക്കും അല്ലേ? ആ മോളെ, അവള് ഫുൾ ടൈം കിടക്കല തന്നെ. അവൾക്ക് എഴുന്നേറ്റ് ഇരിക്കാനുള്ള ശേഷി പോലും ഇല്ല. അവള് കിടന്നോട്ടെ അമ്മച്ചി. നിങ്ങളിനി ഉച്ച കഴിഞ്ഞല്ലേ പോകത്തുള്ളൂ? ആ അമ്മച്ചി, അപ്പച്ചനെ ഒന്ന് കാണണമല്ലോ. കുറേ ആയില്ലേ കണ്ടിട്ട്. ആ അത് പറഞ്ഞപ്പോഴാലോചിച്ച് അപ്പച്ചൻ വൈൻ ഇട്ടിട്ടുണ്ടായിരുന്നടി. ഞാൻ അത് എടുത്തോണ്ട് വരാവേ. ആഹാ കൊള്ളാലോ. അന്ന് എനിക്കൊരു ഗ്ലാസ് വേണം അമ്മച്ചി. ഗ്ലാസ് അല്ലടി വേണ്ടേ, നിനക്കൊരു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടേ അപ്പച്ചനും കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അതിങ്ങ് എടുത്തു തരാം. ആഹാ എൻ്റെ അപ്പച്ചൻ കൊള്ളാലോ. ഞാനേ സാറേനെ ഒന്ന് കണ്ടിട്ട് വരാം. ആ ചായ ചെല്ലേ. സാറാ, ചായ ഞാൻ അറിഞ്ഞായിരുന്നടി. സാരമില്ല, പോട്ടെ. കഴിഞ്ഞു. ഇനി നിനക്കവൻ വേണ്ട കേട്ടോ. അപ്പൊ ചായ കുഞ്ഞിന്? അച്ഛനും അമ്മയില്ലാതെ എന്തോരം കുഞ്ഞുങ്ങൾ ഈ ലോകത്ത് ജീവിക്കുന്നു. നല്ലൊരച്ഛനല്ലെങ്കിൽ കുഞ്ഞിന് ഉണ്ടായിട്ടും കാര്യമില്ല. ഇല്ലാതിരിക്കുന്ന തന്നെ ആയിരിക്കും ഭേദം. നിനക്കിനി ഈ ബന്ധം വേണ്ട. ഇനി എനിക്ക് അടി കൊള്ളാൻ വയ്യ. വേണ്ട മോളെ, ഇനി നീ അടി സഹിച്ചിരിക്കണ്ട. ഏട്ടത്തി എന്തേ കണ്ടില്ലല്ലോ? അവള് താഴ്ത്തുണ്ട് അമ്മച്ചിയുടെ കൂടെ. എന്നാ ഞാൻ ചെല്ലട്ടെ താഴത്തേക്ക്? നിനക്ക് ഛർദിലൊക്കെ ഉള്ളതല്ലേ സിനി, ഇവിടെ ഇരിക്കും. താഴത്തേക്ക് പോകണ്ട. ശരി ചായ. നീയേ മാർട്ടിന്റെ നമ്പറിങ് എടുത്തേ. ചായ വേണ്ട ചായ, പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. ഞാൻ പറഞ്ഞങ്ങ് കേട്ടാ മതി സിമി. എടുക്കും. ഇതാ നമ്പർ. ഇച്ചാൻ ഇനി എന്നാ തിരിച്ചു പോകുന്നേ? ഇല്ലടി, ഞാൻ ഇനി തിരിച്ചു പോകുന്നില്ല. ആ അതേതായാലും നന്നായി. ഇച്ചാൻ പോയില്ലായിരുന്നെങ്കിൽ ഈ കല്യാണം നടക്കില്ലായിരുന്നു. ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ കല്യാണം നടക്കുമായിരുന്നു. അപ്പച്ചൻ്റെ നിർബന്ധത്തിൽ ഉണ്ടായ കല്യാണമല്ലേ. ഞാൻ അന്നേ പറഞ്ഞതാ ഈ ബന്ധം വേണ്ടെന്ന്. അന്ന് നമ്മുടെ കുടുംബക്കാരായിട്ട് നല്ല നിലയിൽ നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് മാത്രമാണ് ഈ കല്യാണം നടത്തിയത്. എന്നിട്ടിങ്ങനെ ഞാനന്ന് കരഞ്ഞു പറഞ്ഞല്ലേ എനിക്കിത് വേണ്ടെന്ന്. നിനക്ക് വേണ്ടി ഞാൻ അപ്പച്ചൻ്റെ അടുത്ത് ഒരുപാട് സംസാരിച്ചതല്ലേ. സാരമില്ല ചായ, എല്ലാം നല്ലതിന് വേണ്ടിയാന്ന് വിശ്വസിക്കാം. നീ വിഷമിക്കണ്ട. അവനേലും നല്ലൊരു ചെറുപ്പക്കാരനായിട്ട് നിന്റെ കല്യാണം ഞാൻ നല്ല അന്തസ്സായിട്ട് നടത്തും. ഒരു കുഞ്ഞുള്ളത് വലിയ കുറവൊന്നും അല്ല ഈ കാലത്ത്. ഏയ് ഇനി അതൊന്നും വേണ്ട. കുഞ്ഞിനെ ഞാൻ അയാൾക്ക് കൊടുക്കില്ല, ഞാൻ വളർത്തും. അതിനവൻ ഇനി ജീവനോടെ ഉണ്ടായാലല്ലേ. സാറേ നീ റെസ്റ്റ് എടുക്ക, ഞാൻ പോവാം. ശരി ചായ,
പോയിട്ട് വാ. അഗസ്റ്റ് നീ എപ്പോ വന്നു? ഇന്നലെ. അപ്പച്ചനൊന്ന് അവിടെ നിന്നേ. എന്താടാ? സാറയുടെ അവസ്ഥ ഞാൻ കണ്ടു. ഇതിനു വേണ്ടിയായിരുന്നു അപ്പച്ചൻ അവളെ കല്യാണം കഴിപ്പിച്ചു വിട്ടത്? ഇങ്ങനെ ഇരുത്താനായിരുന്നോ? അഗസ്റ്റിൻ, എനിക്കിതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല. ഇനി എന്തിനാ സംസാരിക്കുന്നത്? അവള് ചെയ്ത് എത്രയായി, എന്നിട്ട് നിങ്ങൾക്ക് ഇനി സംസാരിക്കാൻ താല്പര്യമില്ല? എൻ്റെ പെങ്ങളുടെ കാര്യത്തിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. സിമി, നീ മിണ്ടണ്ട. ഞാൻ എൻ്റെ അപ്പനോടാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇടക്കാറാൻ നിൽക്കണ്ട. മോളെ നീങ്ങുക, അവരായി അവരുടെ പാടായി. അഗസ്റ്റിൻ, എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു. എല്ലാം ആയിക്കഴിഞ്ഞിട്ട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അതവിടെ തീരും അപ്പച്ച. അഗസ്റ്റിൻ. അതെ, അഗസ്റ്റിൻ തന്നെയാണ്. ഇനി എന്താ എൻ്റെ പെങ്ങളുടെ കാര്യത്തിൽ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നീ എന്നാ വെച്ചാൽ ചെയ്. സിമി, വാ പോവാം. സിമി, ഞാൻ പറഞ്ഞങ്ങ് കേട്ടാ മതി. കൂടുതൽ ചോദ്യോത്തരമൊന്നുമില്ല. ഇറങ്ങ. അമ്മച്ചി, ഞാൻ പോവാണേ. മോനെ നോക്കിക്കോളേ. മോളെ പോയിട്ട് വാ. അപ്പച്ച, ഞാൻ പോവാണേ. മോളെ. സിമി, നീ ഇവിടെ ഇറങ്ങ. അല്ല, അച്ഛൻ വന്നില്ലേ വീട്ടിലേക്ക്? ഞാനൊരു സ്ഥലം വരെ പോയിട്ട് വരാം. എങ്ങോട്ട്? എല്ലാം എനിക്ക് നിന്നോട് പറയേണ്ട ആവശ്യമുണ്ടോ? പോയിട്ട് വാ. ഹലോ അമ്മച്ചി. മോളെ, നീ കഴിച്ചായിരുന്നോ? ഇല്ല അമ്മച്ചി, ഇനി ഉണ്ടാക്കിയിട്ട് വേണം. ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. വന്ന് കയറി ഡ്രസ്സ് മാറിയപ്പോൾ തന്നെ അമ്മച്ചീനെ ഞാൻ വിളിച്ചു. നീ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. അവന്റെ സ്വഭാവം അറിയാലോ. കുഴപ്പമില്ല അമ്മച്ചി. അങ്ങേരിങ്ങനെ ഭയങ്കര ദേഷ്യമാണ്. അങ്ങനെ കിട്ടാതിരിക്കും. നിന്റെ അപ്പച്ചൻ്റെ അതേ സ്വഭാവമാണ് അവന്. പിന്നെ അപ്പച്ചന് വിഷമമായ അമ്മച്ചി? വിഷമം ഇല്ലെന്നൊന്നുമില്ല, ഉണ്ട്. പക്ഷെ ചെയ്ത തെറ്റാണെന്ന് അങ്ങേർക്ക് ഇപ്പൊ ബോധ്യമായിട്ടുണ്ടാവും. ശരി എന്നാ അമ്മച്ചി, ഞാൻ വെക്കുക. മോനോ, അവൻ ഉറങ്ങിയോ? ഇല്ല, അമ്മ സാറയായിട്ട് കളിയാ. ശരി അമ്മച്ചി എന്നാ. ഹലോ രുദ്ര. അഗസ്റ്റിൻ, വാട്ട് എ സർപ്രൈസ് മാൻ. എത്ര നാളായടാ? നിനക്കൊരാഴ്ചത്തേക്ക് ലീവ് എടുത്ത് വരാൻ പറ്റുമോ ബാംഗ്ലൂരിൽ നിന്ന്? നീ പറഞ്ഞാൽ ഞാൻ വരാതിരിക്കോടാ. എന്താ കാര്യം? മാർട്ടിൻ. രുദ്ര, നിനക്കറിയാലോ, എൻ്റെ പെങ്ങളെ കല്യാണം കഴിപ്പിച്ചത് അവനെ കൊണ്ടാ. അവനാണെങ്കിൽ അവൾ ഉപദ്രവിക്കാൻ്റെ അപ്പുറം അവൻ ഉപദ്രവിച്ചു. ഇനി എനിക്ക് എൻ്റെ പെങ്ങളെ ഇങ്ങനെ ഇട്ടുകൊടുക്കാൻ പറ്റത്തില്ല രുദ്ര. നീ എത്ര വേഗം വാ. എന്താ നീ ഉദ്ദേശിക്കുന്നത്? മാർട്ടിനങ്ങ് തീർക്കാനാണോ? അങ്ങനെയെങ്കിൽ അങ്ങനെ. ആ ശല്യം ഒന്ന് ഒഴിവാക്കി കിട്ടണം. നീ പേടിക്കണ്ട, നാളെ രാവിലെ ഞാൻ അവിടെ എത്തും. രുദ്ര, നീ വാ, വന്നിട്ട് നമുക്ക് സംസാരിക്കാം. സിമി, കുറച്ച് വെള്ളം എടുത്ത് മുകളിലേക്ക് വന്നേ. എന്താ ചായ? എന്തേലും ഉണ്ടോ? പറഞ്ഞ ചെയ്താൽ മതി, കൂടുതൽ ചോദ്യമൊന്നും വേണ്ട. ഇങ്ങേർക്ക് ഇതെന്ത് പറ്റി? പോയി വന്നപ്പോൾ തൊട്ട് തുടങ്ങിയതാണല്ലോ. എന്താ ചായ? സിമി, സോറി. ഞാൻ ആ ഒരു ദേഷ്യത്തിൽ നിന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാ. എന്നോടൊന്ന് ക്ഷമിക്കടി. എന്തിനാ ചായ? ഞാനെന്താ കുറിച്ചോട്ടിയൊന്നല്ലോ. എനിക്ക് കാര്യം കണ്ടാലും പറഞ്ഞാലൊക്കെ മനസ്സിലാകത്തില്ലേ? നിങ്ങൾ എന്തൊരു മാതിരി ഇങ്ങനെയൊക്കെ? ഒന്നുമില്ല സിമി, എനിക്ക് നിന്നെ ഇനി നഷ്ടപ്പെടുമെന്നുള്ളൊരു തോന്നൽ. അച്ചായ, ഇത്രയും മാത്രം ചിന്തിച്ചുകൂട്ടാൻ ഇവിടെ ഇപ്പം എന്താ ഉണ്ടായേ? എനിക്കറിയില്ല സിമി, ഞാൻ നിന്നെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അച്ചായ, ഇനി നോക്കിയേ. എന്നാടി? നിങ്ങളല്ലാതെ ഈ 2 വർഷം ഞാൻ എങ്ങനെ ജീവിച്ചതെന്നറിയോ? എങ്ങനെ? ഞാൻ പോലും അറിയാതെ അച്ഛൻ്റെ ഓർമ്മകളിൽ ഞാൻ ജീവിച്ചു. അറിയോ, ഓരോ മൊമെന്റ്സ്. സിമി, നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോടി? ഇല്ല അച്ചായ, ഇനി നോക്ക്. എനിക്ക് ദേഷ്യമൊന്നുമില്ല. സങ്കടം
സങ്കടം വന്നു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ പിന്നെ കുഞ്ഞു പിള്ളേരെ പോലെയാവും. ഓടി. സത്യം മനുഷ്യ. സിമി, you know what I'm craving for? ഞാനിവിടെ ഇല്ല അച്ഛായ, പിന്നെന്താ? അച്ഛായ എന്നാ വേണോ? വേണം. 어느새 차가워진 눈빛에 가슴을 멈춰. Every time I say you're gone, 알아챌 수 없던 시간들 in the sky, in the sky, in the sky, it's gone. Nothing more, Simi. Al oído mirándome y yo la sigo enamorando, regalando, pues te comprando. Lo usted mamita que ahora no estamos alejando, no te estoy viendo, no te volando. Estás solo. ഹലോ അഗസ്റ്റിൻ. ആ രുദ്ര, നീ എത്തിയോ? ആ, ഞാൻ ഇന്ന് രാവിലെ എത്തിയോടാ. എവിടെ വെച്ച് മീറ്റ് ചെയ്യാൻ പറ്റിയോ? നീ നമ്മുടെ ഗസ്റ്റ് ഹൗസ് ഇല്ലേ, അങ്ങോട്ട് വാ. ഓക്കെ. I'll stay so deep inside your brain and take you somewhere far away. സിമി, ഞാനിന്ന് ചിലപ്പോൾ വരാൻ കുറച്ച് ലേറ്റ് ആവും. അതെന്ത് പറ്റിയ അച്ഛായ? എനിക്കൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുണ്ട്. അത് നൈറ്റാണ്. ബിക്കോസ് അത് അമേരിക്കൻ കമ്പനിയാണ്. അപ്പം അറിയാലോ ടൈമിംഗ് ഡിഫറൻസ്. ഓ ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, അപ്പം ഞാൻ പോയിട്ട് വരാവേ. ശരി അച്ഛായ. പിന്നെ ഇന്ന് ചിലപ്പോൾ റയാൻ വരുവേ. അവനെന്താ വേഗം വരുന്നേ? ശരിയാ, ഞാനും ചോദിച്ചു. അവന് ബോറടിക്കുന്നെന്നാ പറയുന്നത്. അതെന്താണാവോ, സാധനം ഇങ്ങനെ ഇല്ലാത്തതാണല്ലോ. ചിലപ്പോൾ നിങ്ങളിവിടെ ഉള്ളതുകൊണ്ടായിരിക്കും. ആ, വരട്ടെ. അച്ഛൻ പോയിട്ടോ. അയ്യോ, ഒന്നും കഴിച്ചില്ലല്ലോ. കഴിക്കാനൊന്നും സമയമില്ല സിമി, ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം. ശരി അച്ഛായ.